ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാമി ശരണം. ചങ്ങായിമാരെ, നമുക്കെന്താ പറയാനല്ലേ, ഉത്സവത്തിന്റെ ലാസ്റ്റ് ദിവസമായിട്ട് ഭയങ്കര സങ്കടം. എന്നാ പറയണ്ടേ, രാവിലെ പോയി വൈകി രാത്രി ആകുമ്പോ ഇങ്ങ് വരുമ്പോ നല്ലൊരു സന്തോഷം, മനസ്സിനൊരു നല്ലൊരു ഉഷാറും ഉന്മേഷവും എല്ലാം ഉണ്ടായിരുന്നു. വേറെ ഒന്നും ചിന്തിക്കാനൊന്നും നേരമില്ല. അതുകൊണ്ട് ചങ്ങായിമാരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷവും സങ്കടവും ഇടകലർന്ന ഒരു ദിവസമായിട്ടാ. എന്നാന്ന് സന്തോഷം എന്ന് വെച്ചാല് ഭഗവാന്റെ ആറാട്ടും കൊടിയിറക്കവും എല്ലാം കാണാം എന്നുള്ളൊരു സന്തോഷം. സങ്കടം എന്താന്ന് വെച്ചാല് കൊടിയിറങ്ങി ഉത്സവം സമാപിക്കുന്നു എന്നുള്ളൊരു സങ്കടം. അതാണ് ഇന്നത്തെ ഒരു മനസ്സിന്റെ ഉള്ളിലുള്ളൊരു വികാരം അല്ലേ. അപ്പോൾ നമുക്ക് നേരെ പോയി ഇന്നത്തെ കാഴ്ചകൾ കാണാം. ആറാട്ടിന് പോകാൻ വേണ്ടി തയ്യാറായി എന്ന് തോന്നുന്നു. ചെണ്ടയെല്ലാം മുട്ടുന്ന കേൾക്കുന്നുണ്ട്. പോവാം, നേരെ പോവാം.
വാസുദേവായ. വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ. ഓം വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ
ചങ്ങായിമാരെ ഭഗവാന്റെ ആറാട്ട് കഴിഞ്ഞു. ഇനി അമ്പലത്തിലേക്ക് പോകണം. അത് കഴിഞ്ഞ് കൊടിയിറക്കം. ഇതൊക്കെയാണ് ഇനി നടക്കേണ്ട ചടങ്ങുകൾ അല്ലേ? അത് കഴിഞ്ഞ് പ്രഭാഷണം. പ്രഭാഷണമുണ്ട്, ആറാട്ട് സദ്യ. പ്രസിദ്ധമായ ആറാട്ട് സദ്യ പുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കൊടിയിറക്കം നടക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം.
സഹപ്രവർത്തകരല്ലേ? സഹപ്രവർത്തകര് നമുക്കിനി ഇതെല്ലാം വൃത്തിയായിക്കൂടെ? വിഭാഗം വൃത്തിയാക്കാൻ സാധനങ്ങൾ വൃത്തിയാക്കുക. നെറ്റിക്ക് മഞ്ഞപ്പൊടി ഉണ്ട്. ഭഗവാൻ അഭിഷേകം ചെയ്ത് വെള്ളം, ഇത് ഇളനീർ വെള്ളം അല്ലേ? അത് കുടിക്കാനുള്ള ഒരു ഭാഗ്യം ഇന്ന് നമുക്ക് ഉണ്ടാവും വിചാരിക്കുന്നു അല്ലേ? എത്തൂല എല്ലാവർക്കും. പരമാവധി എത്തിക്കുന്ന തരത്തിൽ ശ്രമിക്കാം. കയ്യിൽ കൊടുക്കില്ല. ആചാര്യൻ അജയകുമാറിനെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ആ ക്ലാസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ആ ക്ലാസ്സിൽ പങ്കെടുക്കാവുന്നതാണ്. നമ്മുടെ ജീവിതത്തെ ഭദ്രമാക്കാൻ ആഴ്ചയിൽ 1 മണിക്കൂർ മാറ്റിവെക്കുക, സന്ധ്യാവനം കൊടുക്കുക. മറ്റാരുടെയോ ജോലിയുടെയോ നടക്കുന്ന സംസാരങ്ങൾ നമ്മുടെ ഭൂമിയിലേക്ക് കടന്നുകൊണ്ടെങ്കിൽ സർവ്വനെ വാങ്ങിക്കുവാനുള്ള കഴിവുകളാണ് പ്രദർശനത്തിൽ ഏർപ്പെട്ട് പരാജയം നല്ലത് സ്വീകരിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാണ്. നമുക്ക് പഠിപ്പിക്കാൻ അടുത്ത ജനുവരി ഫെബ്രുവരിയിലാണ് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത്. നമുക്ക് ക്ഷേത്ര ദർശനമാകുന്ന എങ്ങനെ കൂട്ടുകറി ചോറൂറ്റലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചോറൂറ്റലിന്റെ അവസാന ഘട്ടമായി അല്ലേ? ലാസ്റ്റത്തെ ദിവസമാണ്. ലാസ്റ്റ് ദിവസമായിട്ട് ഇന്ന് എത്ര സദ്യ ഉണ്ടാവും? 2500. അത് 3000 ആവും ലാസ്റ്റ്. 3000 കഴിഞ്ഞ പ്രാവശ്യം 3000 ആണ് സദ്യ അല്ലേ? വിദ്യാരംഭം പ്രവിശ്യാമി സിദ്ധിർഭവതു മേ സദാ. ലക്ഷ്മീപദേ കമലനാഭ സുരേശ വിഷ്ണു വൈകുണ്ഠകൃഷ്ണ മധുസൂദന പുഷ്കരാക്ഷ ബ്രഹ്മണ്യകേശവ ജനാർദ്ദന വാസുദേവ ലക്ഷ്മീ നൃസിംഹ മഹദേവി കരാവലംബം. ലക്ഷ്മീ നൃസിംഹ മഹദേവി കരാവലംബം.
സേവിതാഭ്യാം ഗുരുഭക്തിദാഭ്യാം വൈരാഗ്യ സാമ്രാജ്യ सरस्वती पालय माम् अनागरक्षकि अखिलाण्डेश्वरि आदिपराशक्ति पालय मङ्गलमरुळु विपिनवासने मङ्गलमरुळु शरणं 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 नन्दे स्वामिये शरणं शरणं तरण्डे स्वामिये शरणं 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 नन्दे स्वामिये शरणं शरणं तरण्डे स्वामिये शरणं 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 नन्दे स्वामिये देवपालका पन्मलയിൽ താമസിക്കും വിശ്വപാലകാ ആരിലമുണച്ചു നിൽക്കും വീരനായകാ ആലചാർത്തി നിൽക്കും എന്റെ ശ്രീമണികണ്ഠാ പാടുവാനും കണ്ട നാളത്തിൽ ശരണം എന്റെ സ്വാമിയേ ശരണം ശരണം തരണ്ടേ സ്വാമിയേ പുറത്തേറി വന്ന ദേവപാലക കന്മലയിൽ താമസിക്കും വിശ്വപാലക മാറിലമുലച്ചു നിൽക്കും വീരനായക മാല ചാർത്തി നിൽക്കും എന്റെ ശ്രീമണികണ്ഠ തണലേക്കാം തണലിലേക്ക് ഭക്ഷണം കൊണ്ടുപോകാൻ തയ്യാട്ട് ഇത് തണല്ല തണലിലേക്കല്ലേ 13 എത്തിക്കല്ലേ 14 ഇവരെ ഈ 2 സാമ്പാർ ഇങ്ങനെ പോയി ഇത് ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ തണലിലേക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുള്ള കഴിഞ്ഞ വർഷം നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കുക ഇത് ഇവിടുന്ന് ഇപ്രാവശ്യം അവരെ വണ്ടിയായി അവർ വന്നിട്ടുണ്ട് അപ്പോൾ സാധനം എടുത്തു വെച്ച് കൊടുക്കുക വേണ്ടു ഇതത് പകുതി പച്ചടി കുട്ടിയെ കൊടുത്തിട്ട് പകുതി മുകളിലേക്ക് എടുക്കുക പിന്നെ ബാക്കിയുള്ളതാ നിങ്ങൾ ഇതല്ലോ ചങ്ങായിമാരെ നമ്മളെ അമ്പലത്തിലെ ആറാട്ട് സദ്യൻ്റെ അവസാന ഘട്ട പരിപാടികളിലേക്ക് കടന്നു നമ്മുടെ ഭക്ഷണം വെക്കുന്ന രാധാകൃഷ്ണൻ്റെ
അവരെ കണ്ടിട്ട് ഇന്നെന്തെങ്കിലും വിഭവങ്ങളാണ് നമുക്ക് വേണ്ടി തയ്യാറാക്കിയെന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക്. രാധാകൃഷ്ണേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് നമ്മളെ പരിപാടികളിലേക്ക് എത്തി? ഭക്ഷണത്തിന്റെ പരിപാടി സമാപനം കുറിക്കുക ഇന്നത്തെ ദിവസം. അതെയാ, പപ്പടം പാട്ടിട്ട് അവസാന ഘട്ടത്തിലേക്ക് കടന്നല്ലേ? ആറാട്ട് സദ്യയോടുകൂടി സമാപനം. ഇന്ന് നമുക്ക് വേണ്ടി എന്തൊക്കെ വിഭവങ്ങളാണ് തയ്യാറാക്കിയത്? പിന്നെ ചോറ്, സാമ്പാർ, പച്ചടി, കൂട്ടുകറി, അവിയൽ, ഓലൻ, നാരങ്ങ, വറവ്, പപ്പടം, രസം, മോര്, പായസം. കൊണ്ടാട്ടമില്ലേ? കൊണ്ടാട്ടില്ല. അല്ല, ഇത് ഉപ്പേരി. കൊണ്ടാട്ടം ഉപ്പേരി വറവിനാണ് നമ്മൾ ഉപ്പേരി. കേബേജ് ഉപ്പേരി അല്ല, നമ്മളെ ഇതില്ലേ, നമ്മളെ ചിപ്സിന്റെ ഉപ്പേരി ഇല്ല അല്ലേ? ഇത്രയും വിഭവങ്ങൾ ഉണ്ടല്ലേ ഇന്ന്? കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഒരു പായസത്തിനൊരു മാറ്റം. പായസം കഴിഞ്ഞ പ്രാവശ്യം 2 പായസം ഉണ്ടായിരുന്നു അല്ലേ? പ്രഥമനും പാൽപ്പായസം ഉണ്ടായിരുന്നു. എന്താണ് നിങ്ങളെ ഈ ഇത്രയും ദിവസം ഇവിടെ നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നതിന് പറയാനുള്ളത്? വളരെ സന്തോഷം. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കുറേ ക്ഷേത്രത്തിൽ വർഷം വെക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഈ അമ്പലത്തിൽ വരുമ്പോഴുള്ള സഹകരണം അതുകൊണ്ട് നമുക്ക് വരാനൊരു സന്തോഷമായിരിക്കും അല്ലേ? അപ്പം ഇന്ന് 3000 ആളെ സദ്യയാണ്. 3000 ആളെ സദ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ആണുങ്ങളും 2 പെണ്ണുങ്ങളുള്ളത്. 10 ആളുണ്ടായാലും ആവില്ല. നമ്മൾ വേനൽക്കാർ 10 ആൾ വന്നാലും ആവില്ല. പക്ഷേ ഈ ക്ഷേത്ര ഭാരവാഹികളെ കമ്മിറ്റിക്കാരെ സഹകരണം രാവിലെ 3 മണിക്കെത്തി രാത്രി പോകുന്നത് 12 മണി 1 മണിക്ക് വരുവാണ്. നമ്മൾ സഹായം അപ്പോൾ അടുത്ത വർഷം നിങ്ങൾ തന്നെ വരുമായിരിക്കും അല്ലേ? വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ നമ്മളിങ്ങനെ മാറ്റൂല. നമ്മളുമായിട്ട് അല്ല, നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരു പ്രയാസമില്ല, സന്തോഷവും എല്ലാം സന്തോഷം. അപ്പോൾ നിങ്ങളോട് ഇത്രയും സമയം തിരക്കിൻ്റെ അടുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം. ഓക്കെ. എന്നാ ഉപ്പിട്ടിനാ പായസത്തില്? സ്വാമി ശരണം. നിങ്ങൾ സ്വാമിയാറ് ഏത് നാട്ടിലുള്ള? ചെട്ടോപ്പാറയാ. എത്രാമത്തെ പ്രാവശ്യം മലക്ക് പോകുന്നത്? രണ്ടാമത്തെ പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം പോയ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? ആദ്യത്തെ പ്രാവശ്യം ഓർമ്മയുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. ദർശനം എങ്ങനെ ഉണ്ടായിരുന്നു? ദർശനം നല്ല ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. രാത്രി 9:30 ദർശനം കിട്ടി. എന്നാ സ്വാമിന്റെ പേര്? സരസ്വതി. സരസ്വതി. ഈ സ്വാമിന്റെ പേര് പത്മിനി. പത്മിനി. സന്തോഷം. സ്വാമിന്റെ പേരെന്നാ? സീത. മാറേ എന്നെ പഠിപ്പിച്ച പങ്കജാഷ് ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറെ നേരത്തെ കണ്ടിനി, പക്ഷെ വീഡിയോ എടുക്കാനുള്ളൊരു സൗകര്യം കിട്ടിയില്ല. ഇപ്പോഴാണ് ടീച്ചറെ ഇവിടെ ഒന്ന് സമാധാനത്തിൽ കിട്ടിയത്. രാവിലെ പ്രാർത്ഥിക്കാനും എല്ലാം ഭഗവാനെ കണ്ടുകഴിഞ്ഞിട്ടില്ല നമ്മൾ സംസാരിക്കാൻ പറ്റും. ടീച്ചർ നമസ്കാരം. നമസ്കാരം സ്വാമി. ടീച്ചർ പിന്നെ ഈ ആറാട്ടിന് വന്നപ്പോൾ ഒന്നാം മനസ്സ് തോന്നിയത് ഇതുവരെ മുന്നേ ഒക്കെ വരുത്തുണ്ടായിരിക്കും അല്ലേ? ആറാട്ടിന് പണ്ട് വന്നതാണ്, 10 കൊല്ലം മുന്നേ. അടുത്തൊന്നും വരാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഇന്നലെ കണ്ടപ്പോ പറഞ്ഞിരുന്നു വന്നു ആറാട്ടിന് വരാൻ സാധിച്ചു. മനസ്സിലെന്ന് തോന്നുന്നിപ്പോ? മനസ്സിന് സന്തോഷം. ഇവിടെ നിജിൽ സ്വാമി ഇന്നലെ സഹായിക്കുന്നുണ്ട് എന്നെ. അതുകൊണ്ട് എനിക്ക് വളരെയധികം സന്തോഷം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബുദ്ധിമുട്ടി പോവോ എന്നുള്ളൊരു, അപ്പൊ നിജിൽ സ്വാമി ഇവിടെ ഉള്ളത് കൊണ്ട്. അല്ല, കുറെ ആൾക്കാരുണ്ട്, പരിചയമുള്ള കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് എനിക്ക് തൊഴാനും എല്ലാം സാധിച്ചു, ഭക്ഷണം കഴിക്കാനും സാധിച്ചു. ഇന്നലെ വന്നപ്പോൾ ഇന്നും വരണമെന്ന് തോന്നിയത് കൊണ്ട് ഇന്ന് വന്നു. ഭഗവാന്റെ ആറാട്ടിന് പങ്കെടുക്കാൻ പറ്റി. ഭഗവാനെ പുറത്തുനിന്ന് അടുത്തുനിന്ന് കണ്ടു തൊഴാൻ പറ്റി. വലിയൊരു ഭാഗ്യല്ലേ? കുറെ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് നടന്ന്, അത് സാധിച്ചു. ഭഗവാന്റെ അനുഗ്രഹം. നമ്മളെന്തോ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് സാധിക്കുന്നല്ലേ പറയുന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ല സാധിച്ചു. സന്തോഷം. ടീച്ചറോട് സംസാരിക്കാൻ പറ്റിയില്ലേ? സന്തോഷം.
നമസ്കാരം. എന്താ അങ്ങയുടെ പേര്? പേരെന്താ? എൻ്റെ പേര് ഗിരീഷ്. ആ, ഈ വർഷത്തെ ഉത്സവത്തിനെ പറ്റി ഒന്ന് രണ്ടു വാക്ക് ഈ സംസാരിക്കാം. വർഷത്തെ ഉത്സവത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറി ആയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ വർഷം പൊതുവെ ജനങ്ങളുടെ സഹകരണം വളരെ കൂടുതലായിരുന്നു. വളരെ സജീവമായിട്ട് ജനങ്ങൾ ഇതിൽ പങ്കെടുത്തു. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ആളുകൾ, ഭക്തജനങ്ങൾ പ്രവഹിക്കുമായിരുന്നു ഈ അമ്പലത്തിലേക്ക്. പിന്നെ എല്ലാ ദിവസവും രാവിലെ ഉച്ചഭക്ഷണം, രാവിലത്തെ ഭക്ഷണം, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം, 3 നേരം ഭക്ഷണം കൊടുക്കുന്നുണ്ട്. രാവിലെ മിക്കവാറും സമയങ്ങളിൽ ഇവിടെ വരുന്ന ഭക്തന്മാർക്കെല്ലാം ഇവിടെ പ്രഭാത ഭക്ഷണം നമ്മൾ ഒരുക്കിയിട്ട് അതെല്ലാം ആൾക്കാർ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. ഉച്ചക്കും രാത്രിയിലും സാമാന്യം മോശമില്ലാത്ത രീതിയിൽ നല്ല സദ്യ തന്നെയാണ് കൊടുക്കുന്നത്. ആറാട്ട് ദിവസമായ ഇന്ന് ആറാട്ട് സദ്യ എന്നുള്ള സഫലമായിട്ടുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 2,000-3,000-ഓളം ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആറാട്ട് സദ്യ ഏകദേശം അത്രയും പേര് കഴിക്കുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ദൈവം സഹായിച്ചിട്ട് ഈ വർഷത്തെ ഉത്സവം വളരെ കങ്കേയമായിട്ട് നടത്താനായിട്ട് നമുക്ക് സാധിച്ചു. എല്ലാ ഭക്തജനങ്ങൾക്കും, ഇതിൽ സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും പ്രത്യേകം നന്ദിയും കടപ്പാടും ഉത്സവത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള രീതിയിൽ അറിയിക്കുകയാണ്. അപ്പോൾ സന്തോഷം. ഈ തിരക്കിനിടയ്ക്ക് അങ്ങോട്ട് ഒരു രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റില്ല. സന്തോഷം. നമ്മളെ കുറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മേൽശാന്തി വാസുവേട്ടൻ്റെ ഭാര്യ തങ്കേച്ചിയാണ് നമ്മളെ കൂടി ഉള്ളത്. തങ്കേച്ചി, എന്തെല്ലാമാണ് വിശേഷം? സുഖം തന്നെ. ഈ ഉത്സവത്തിന് വന്നിട്ട് എന്താണ് മനസ്സിൽ തോന്നുന്നത്? ഇപ്പോൾ ഉത്സവം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ആ, വേറെ എന്തെങ്കിലും രണ്ടു വാക്ക് പറയാൻ പറ്റുമോ ഉത്സവത്തിനെ പറ്റി? എല്ലാ ദിവസവും വന്നിരുന്നില്ലല്ലേ? ഇല്ല, എല്ലാ ദിവസവും വന്നില്ല. ആ, 3 ദിവസം വന്നിട്ട്. 3 ദിവസം അല്ലേ? നമസ്കാരം. എന്താ പേര്? രേഖ. രേഖ. ഈ കണ്ണൂർ ഫ്ലവേഴ്സ് നമ്മളെ ഒരു കൂട്ടായ്മയിലെ ഒരു ഇതാണ്, ഒരു ചെറിയ സൊസൈറ്റിയാണ്. അതിൻ്റെ അണ്ടറിൽ നമ്മൾ ചെയ്യുന്നതാണ്. സെപ്പറേറ്റ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് ചെയ്യുന്നതാണ്, കുറച്ച് ചെറിയ ഗ്രൂപ്പാക്കിയിട്ട് ചെയ്യുന്നതാണ്. ഈ അമ്പലത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, ചെടീൻ്റെ. അതെ, ഇത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇവിടെ വരുന്നത്? അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടുത്തെ ശ്രീധരാട്ടൻ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾ ഈ ഇങ്ങനെയുള്ള നഴ്സറി ചെടികൾ കൂടാതെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? പഴവർഗ്ഗങ്ങളുടെ ചെടികളുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ്, ഔട്ട്ഡോർ പ്ലാന്റ്സ്. അപ്പൊ നമുക്ക് ഇത് വാങ്ങിക്കണം എന്ന് തോന്നിക്കാൻ നമ്മൾ എവിടെ വന്നാലും ഇത് കിട്ടുക? കോൺടാക്ട് നമ്പർ ബോർഡിലുള്ള നമ്പറിൽ വിളിച്ചാൽ കിട്ടും. എവിടെയാണ് നിങ്ങളെ സ്ഥലം? ഇത് നഴ്സറി നമ്മളെ അവരവരെ വീടുകളിലാണ് ചെയ്യുന്നത്. അതെവിടെയാണ്? ഞാൻ ചൊവ്വക്കാന്ന്, സുനിത എന്ന് പറഞ്ഞവര് ആർവിമട്ടയാണ്, ഷബിന എന്ന് പറഞ്ഞവരുണ്ട്, അവര് മാച്ചേരിയാണ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ഈ വർഷത്തെ ഉത്സവം? ഉത്സവം ഗംഭീരമാക്കീന്. നല്ല നാട്ടുകാർ കൂടുതൽ കണ്ടത് എല്ലാ കൂട്ടായ്മ വളരെ ഇഷ്ടപ്പെട്ടിന്. നമ്മളെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, ഇവിടുത്തെ നാട്ടുകാരെ ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. വളരെ സന്തോഷം. നാട്ടുകാരെ കൂട്ടായ്മ തന്നെ ഈ ഉത്സവം വൻ വിജയമായി തീർന്നത് അല്ലേ? വൻ വിജയം തന്നെ. എല്ലാത്തിനും എല്ലാ സമയവും ഒന്നും നോക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നു. അതെ, അപ്പോ എല്ലാ കാര്യത്തിനും ഉത്സവത്തിന്റെ എല്ലാ ഇതും, പിന്നെ അതിൻ്റെ അകത്തെ പ്രോഗ്രാംസ് എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അമ്പലത്തിന്റെ നടേന്റെ അടുത്ത് തന്നെ എല്ലാം ശരിക്കും കാണാൻ പറ്റിയിരുന്നു അല്ലേ? എല്ലാം കാണാൻ പറ്റീന്. കാണാൻ ഇവിടുന്ന് കുറച്ച് ആരെങ്കിലും ഒരാളായിട്ട് മാറി പോയിട്ട് കാണാറുണ്ട് നമ്മള്. അപ്പോൾ സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ല. വലിയ സന്തോഷം. മനഃശാസ്ത്ര സമീപനം എന്നൊരു വിഷയത്തെ കുറിച്ചാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം, ആത്മീയത എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന, അതോടൊപ്പം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുന്ന, ഏറെ കമ്പോളവൽക്കരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയത എന്ന് പറയുന്നത്. മനുഷ്യനെ നേർവഴിക്ക് നയിക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആത്മീയതയാണ്.
ആത്മീയത എന്നതിനെ മനുഷ്യൻ തന്നെ പ്രയോജനപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ തീർച്ചയായും എന്താണ് ആത്മീയതയിലൂടെ നാം അറിയേണ്ടത്? നമുക്ക് എന്ത് കിട്ടുന്നു? ആത്മീയത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒന്നാമത് എല്ലാം പരന്നു കിടക്കുന്നതിനപ്പുറം ഓരോ ആളുകളും എനിക്ക് എന്ത് കിട്ടുന്നു എന്ന് ചിന്തിക്കേണ്ടതാണ്. ആത്മീയ ചിന്ത കൊണ്ട് എന്റെ മനസ്സിൽ ഞാൻ രൂപീകരിക്കുന്ന, എന്റെ മനസ്സിൽ ഞാൻ വാർത്തെടുക്കുന്ന ആത്മീയ ചിന്ത കൊണ്ട് എനിക്ക് എന്ത് കിട്ടുന്നു എന്ന ഒരു അവബോധം ഓരോരുത്തരിലും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒരു അവബോധം ഉണ്ടായാൽ തീർച്ചയായും ആത്മീയത എന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയമായി മാറില്ല. കാരണം ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് ഈശ്വരനിലേക്കുള്ള, ഈശ്വരനെ അറിയലാണ്. ഏത് ഈശ്വരനെ? അവനവന്റെ ഉള്ളിൽ തന്നെ വിളങ്ങുന്ന ഈശ്വര ചൈതന്യത്തെ അറിയലാണ് ആത്മീയത. നമുക്ക് ഭൗതികമായ ഒരു ജീവിതവും ആത്മീയമായ ഒരു ജീവിതവും ഉണ്ട് എന്ന് പറയാം. എന്നാൽ ഭൗതിക ജീവിതം വേറെ ഒന്നും, ആത്മീയ ജീവിതം വേറൊന്നും എന്ന് കരുതുന്നിടത്ത് നമുക്ക് തെറ്റുപറ്റുകയാണ്. ചങ്ങായിമാരെ, നമ്മളെല്ലാം അച്ചുവട്ടെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. തിരക്കാണ്, വേറെ വിളിച്ചു കൊണ്ടുതന്നെയാണ്. രഗീഷ് പി എന്ന പേര്. പക്ഷെ നമ്മളെല്ലാം അച്ചുവട്ടം എന്ന് പറഞ്ഞാൽ, അച്ചു എന്ന് പറഞ്ഞാൽ അറിയല്ലേ? നമ്മളെ ഉറവൂർ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിന്റെ കൊടിയേറ്റ മഹോത്സവത്തിന്റെ അവസാന ദിവസമായി ഇന്ന് ആറാട്ട് സദ്യ തയ്യാറാക്കി കഴിഞ്ഞു. അത് നമ്മളെ അടുത്തുള്ള ഒരു തണൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊടുത്തു. എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു? ഭാരതീയ ഒരു 300 പേർക്ക് ഭക്ഷണം കൊടുത്തു. 300 പേർക്ക് അല്ലേ? എല്ലാം അവിടെയുള്ള രോഗികൾക്കും സ്റ്റാഫിനും കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു ആശയം ആർക്കാണ് ആദ്യമായിട്ട് മനസ്സിൽ തോന്നിയത്? നമ്മളെ കമ്മിറ്റിക്കാർക്കെല്ലാവർക്കും ഇങ്ങനത്തെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി നമ്മൾ മുന്നേ ചെയ്യുന്ന കഴിഞ്ഞ വർഷോത്സവത്തിന് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവരാണ് ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കലുണ്ട് എല്ലാ ദിവസവും. അതെ. അപ്പൊ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. ചിലപ്പം ലൈനിൽ നിൽക്കേണ്ടി വരും, അവർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇതാക്കിയിട്ട് അങ്ങ് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അല്ല, അതുകൂടാണ്ട് അവിടെ പല അംഗവൈകല്യങ്ങളും സംഭവിച്ച കുട്ടികളും അതുപോലെ നടക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇന്നത്തെ സദ്യ നമ്മളിവിടെ എല്ലാം ഇവിടെ എന്തെല്ലാം ഒരുക്കിനെ അതെല്ലാം അവിടെയും കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതെ. അല്ല, നമുക്ക് എല്ലാ കഴിവുള്ള നമ്മൾ ഇവിടുന്ന് കഴിക്കുമ്പോൾ അവരും കൂടി കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം, അവർക്കും ഒരു സംതൃപ്തി വേണ്ടേ? അതെ. പല പല അസുഖങ്ങളും, നടുവേദന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളുള്ള അസുഖങ്ങളുള്ള കുട്ടികളാണ് നാട്ടിലുള്ളത്. പിന്നെ ജന്മന അംഗവൈകല്യമുള്ള കുട്ടികളും ഉണ്ടാകാം. അപ്പൊ അവരെയും കൂടി ചേർത്ത് പിടിക്കാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നമ്മളെ ഭാഗത്തുനിന്ന്. സ്വാമി ശരണം. അയ്യപ്പ ശരണം. എങ്ങനെയുണ്ട് ഇന്നത്തെ ഭക്ഷണത്തിന്റെ മുൻകരുതലും തയ്യാറെടുപ്പും? ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മളിവിടെ വനിതാ സമിതിയും സാംസ്കാരിക സമിതി മെമ്പർമാരും ക്ഷേത്ര ഭാരവാഹികളും കൂടി ഇന്നലെ വൈകുന്നേരം മുതൽ ഇതിനുള്ള ഇത് തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ എല്ലാവർക്കും വിശ്രമമില്ലാത്ത ജോലി തന്നെയാണ്. എന്തായാലും ഇപ്രാവശ്യം നമ്മുടെ ഉത്സവത്തിന്റെ സമാപനം ആറാട്ട് തന്നെ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ. ഉത്സവം തീരുന്നുള്ള പെട്ടെന്ന് തീർന്നു പോയെന്നുള്ള ഒരു സങ്കടം. എന്തായാലും ജനങ്ങളിൽ, പിന്നെ ഭക്തജനങ്ങളിലേക്ക് പിന്നെ അന്നദാനമായാലും ബാക്കി വഴിപാടുകളായാലും എന്തായാലും നല്ല രീതിയിൽ നടത്തുവാൻ നമ്മൾ ക്ഷേത്ര ഭാരവാഹികൾ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം. സംസാരിക്കാൻ സാധിച്ചില്ല. ഭയങ്കര തിരക്കാണ്. ഇതാ ഇവിടെ എല്ലാവരും ക്യൂ നിന്നിട്ടേ ഉള്ളേ. അതിൻ്റെ അടുക്ക് സംസാരിക്കാൻ സാധിച്ചത് സന്തോഷം. ആ, ഇത് കുത്തിയാ പറയണ്ടേ? എന്തെല്ലാം അമ്മ വിശേഷം? എവിടെ വീട്? എവിടെയാ? ചക്രക്കല്ല. ഈ അമ്പലത്തില് മുന്നേ വന്നിട്ടുണ്ടോ? ആദ്യമായിട്ട് വരുന്ന? ആദ്യമായിട്ട് വന്നിട്ട് മനസ്സിലെന്ന് തോന്നുന്നു. നല്ല സന്തോഷം, കുളിർമയും തോന്നുന്നു. അതെയാ? ഇന്നത്തെ സദ്യ എന്തുണ്ട്? അടിപൊളിയാ? സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചത്.
സന്തോഷം. നിന്നെ ഞാൻ മിഞ്ഞാന്ന് നോക്കി വെച്ചു, നിന്നെ കിട്ടിയില്ല കേട്ടോ ശരിക്ക്. മോളെ പേരെന്നാ? പേര് പറ. തിന്നാട്ടാ. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എൻ്റെ പേര് ശ്രീകാന്ത്. ഇവിടെ മുന്നേ ഉണ്ടായിരുന്ന? അതെ അതെ, ആദ്യം വൈറലായിട്ട് ഉണ്ടായിരുന്നു. ഒരു 3 വർഷത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. ലതീഷ് ചേട്ടനാണ് ഒരു 2 ദിവസം നോക്കണേന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് പോയതാണ്. അങ്ങനെ ഒരു 3 വർഷം ഇവിടെ നിൽക്കാൻ പറ്റി. ആ 3 വർഷം ഞാൻ ഇവിടെ നിന്നിട്ടായിരുന്നു ഡിഗ്രി പഠനം നടത്തിയത്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എനിക്ക് വിജയിക്കാൻ പറ്റി. അത് ഈ അമ്പലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടാണോ എന്താണെന്നറിയില്ല. എനിക്കിവിടെ ഇവിടെ ജോലി ചെയ്തപ്പോൾ എനിക്കൊരു പ്രത്യേക അനുഭവങ്ങളായിരുന്നു. ഓരോ ദിവസം ഓരോ അനുഭവങ്ങളായിരുന്നു. ഇവിടെ വരുന്നവരും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഞാനിവിടുന്ന് ചെയ്ത ഓരോ കാര്യങ്ങളും എന്താ പറയുന്ന എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. അതുപോലെ എല്ലാവർക്കും അങ്ങനെ തോന്നിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ അന്ന് ഞാൻ രാവിലെ 8:30 ഇവിടുന്ന് പോകും. എന്നിട്ട് ക്ലാസ്സും കഴിഞ്ഞൊരു 3:30-4 മണിക്ക് വന്ന് അതിനുശേഷം ബാക്കിയുള്ള സമയം അമ്പലത്തിലെ കാര്യങ്ങൾ ചെയ്യും. അതിനുശേഷം നമ്മളെ കോളേജിലെ കാര്യങ്ങളുണ്ടാവും, അതും ചെയ്യും. അതൊക്കെ ചെയ്ത് അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞു. അങ്ങനെ ഒരു ജോലി, പ്രൈവറ്റ് ജോലി കിട്ടി അങ്ങനെ പോകേണ്ടി വന്നു. കാരണം ശേഷം എൻ്റെ ഏട്ടൻ ഇവിടെ വരികയും ഏട്ടൻ്റെ പേരും കൂടി പറഞ്ഞോ? ശ്രീകേഷ് വാര്യർ ഇപ്പം ഉള്ളത്. അതിനുശേഷം ഏട്ടനാണ് 10-13 വർഷമായി ഇവിടെ തന്നെ. ലതീഷ് ഏട്ടനും നമ്മളായിട്ട് ഏകദേശം ഒരു 20 വർഷത്തിൻ്റെ അടുത്തോളമായി ഈ അമ്പലത്തിൽ. ശരിക്കും നമ്മളെ സ്വന്തം നാടിനേക്കാളും ബന്ധമാണ് ഇവിടെ ഉള്ളത്. ഓരോ വർഷം ഉത്സവത്തിന് നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ നരസിംഹസ്വാമി വഴി കാണിച്ചു തരാറുണ്ട്. എവിടെയാണെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിയിൽ ആ സമയമാകുമ്പോൾ ഇവിടെ എത്തിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. ഈ വർഷം എത്തിച്ചു. അതാണ് വലിയൊരു മഹാഭാഗ്യം. പിന്നെ തീർച്ചയായും മഹാഭാഗ്യം തന്നെയാണ്. ഉത്സവം കൂടുക പറഞ്ഞാൽ ഭഗവാനെ അടുത്ത് നിന്ന്, അതായത് പുറത്തുനിന്നും ആറാട്ടിനും എല്ലാം കാണാൻ പറ്റിയ ഒരു സമയമാണല്ലോ ഉത്സവ സമയം. അതുമാത്രമല്ല, പിന്നെ ഒരുപാട് പഴയ ഇവിടെ അമ്പലത്തിലെ ജീവനക്കാര്, സുഹൃത്തുക്കള്, പിന്നെ ഒരുപാട് ഇതിന്റെ തുടക്കം മുതൽ അമ്പലത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റില്ല, അവരെല്ലാം കാണാൻ പറ്റി. പിന്നെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ഭക്തര്, ഒരുപാട് അന്ന് പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നവര് ഇന്ന് ഒരുപാട് ഹാപ്പി ആയിട്ട് വരുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അന്ന് ചിലപ്പോൾ സ്ഥലം കച്ചവടമാവുന്നില്ല, പിന്നെ കല്യാണം കഴിയുന്നില്ല, കുട്ടികളാവുന്നില്ല, അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും ഓരോ വിഷമങ്ങളും ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ടായിരുന്നു. അവരൊക്കെ ഇന്ന് സന്തോഷത്തോടെ വരുന്നതാകുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ട്. ദൈവാനുഗ്രഹം. ശരിക്കും നരസിംഹസ്വാമിയുടെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ച് ഒരു നെയ്വിളക്ക് കത്തിച്ചാൽ നമ്മളെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നതാണ് പല ആൾക്കാരെ അനുഭവത്തിൽ നേടുന്നത് അറിയാൻ പറ്റിയത്. അതെ, ഇവിടെ വന്ന ഒരു നരസിംഹസ്വാമി ഒന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച ഒരു നെയ്വിളക്കും ഒരു നരസിംഹസ്വാമിക്ക് ഒരു മഞ്ഞപ്പട്ടും ഒരു മാലയും ചാർത്തി കഴിഞ്ഞാൽ ബാക്കി നരസിംഹസ്വാമി നോക്കിക്കോളും. നമ്മൾ ചെയ്യാനുള്ള അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കും വേണം. അവർ ചെയ്യാനുള്ള കാര്യത്തിൽ ഇപ്പോൾ എന്തായാലും നമ്മൾ വിചാരിച്ചത് എന്താണോ അത് കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യം നരസിംഹസ്വാമി ചെയ്തു തരുന്നുള്ളൊരു വിശ്വാസമാണ്. ഇവിടെ ഒരുപാട് അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴേ ഓരോരുത്തർക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്ക് 100% എല്ലാവർക്കും ഇങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ വന്ന് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഒരു ഫീലിങ്സ് മനസ്സിലാവും. അപ്പോൾ ഈ തിരക്ക്, ഇത്രയും ഒരുപാട് തിരക്കാണ് അമ്പലത്തിൻ്റെ അകത്ത്. അതിനിടയിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം സംസാരിക്കാൻ തന്നതിൽ ഒരുപാട് സന്തോഷം. തീർച്ചയായും സന്തോഷം. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. അതെ, എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. സന്തോഷം. പറഞ്ഞു വന്നതൊരാളുടെ ചിന്തയിൽ നിന്നാണ് അതിലേക്ക് വരാം. അതോടൊപ്പം തന്നെ കഥാപാത്രങ്ങളിൽ നിന്ന് പറഞ്ഞു പോയ കുറച്ചൊരു അതിലേക്കൊന്ന് നിങ്ങളുടെ മനസ്സ് പൊയ്ക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്ന ഓരോ കഥാപാത്രങ്ങൾക്കും കംസൻ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷ്ണന്റെ പേര് അല്ലെങ്കിൽ ഈശ്വരന്റെ പേര് കൂടി കേട്ടാ അപ്പൊ തോന്നും ആരാധന.
എന്താണ്, എവിടെയാണ് നിരീശ്വരവാദത്തിന്റെ പ്രതീകം? ഭഗവാന്റെ പേര് കൃഷ്ണൻ നിന്ന് കേൾക്കാൻ നിവർത്തിയില്ല, അപ്പുറത്തിങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. ആരാണ് ഈശ്വരനെ കുറിച്ചൊക്കെ എന്തെങ്കിലും കേൾക്കുമ്പോ ഇതേമാതിരി സഹ എന്ന് ചോദിക്കുന്നത് അവരൊക്കെ കംസന്മാരാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കംസൻ എന്നൊന്നും ആരും പേരിടുന്നില്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് പേരിടാറാകുമ്പോ എല്ലാവരും വായിച്ചു വെക്കും. ലളിത പെൺകുട്ടികളുണ്ടായ ഒന്ന് ലളിത സഹസ്രനാമൊക്കെ ഒന്ന് വായിച്ചു വെക്കും. ആൺകുട്ടിയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമോ ശിവസഹസ്രനാമൊക്കെ വായിച്ചിട്ട് അതിന് ചില പേരുകളൊക്കെ സെലക്ട് ചെയ്യാൻ അങ്ങനെ ഒരു വായനയൊക്കെ നമുക്ക് പതിവുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ അല്ലാതെ വായന വേണം, പക്ഷെ ഇങ്ങനെ നോക്കാറുണ്ട്. അപ്പോൾ ഒന്നും തന്നെ കംസന്റെ പേര് ആരും ഇതുവരെ കണ്ടിട്ടില്ല. ഒരു പട്ടികയിൽ ഞാനൊരു ടീച്ചർ, ഒരു പട്ടികയിലും കംസൻ എന്നുള്ള പേര് വായിക്കേണ്ടി വന്നില്ല. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവേണ്ടിയില്ല, കാരണം അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പേരുകൾ അറിയാം മനുഷ്യന്മാർക്ക്. അപ്പൊ അതുകൊണ്ട് കംസൻ എന്ന് പറഞ്ഞാൽ സഹായിക്കും, ആരാ ഈശ്വരനെ കേൾക്കാൻ വയ്യ, അതാണ് കംസന്മാർ. ഇനി നാരദൻ കിട്ടുന്നുണ്ടാവും അല്ലെ? നാരദൻ എന്ന് പറഞ്ഞ മലയാളത്തിലെ ഒരു പര്യായപദമായി മാറിയിരിക്കുന്നു. നമ്മൾ ആക്കിയതൊക്കെ നാരദൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ പര്യായപദം? ഇത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഒരാൾ കേറി വന്നാൽ പറയും മുണ്ടല്ലോ നാരദം വരുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ഏഷണിക്കാരൻ. ആ നാരദം വരുന്നുണ്ട് മുണ്ടെന്നാണ് പറഞ്ഞു. എന്തായാലും അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയാലെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് വിട്ടു നിൽക്കും. അതിന് വേണ്ടി കൂടിയാ പറയണം. അപ്പൊ അതുകൊണ്ട് നാരദൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആത്മീയമായ അറിവ് പകർന്നു തരുന്ന ആളാണ്. നാരൻ ദദാതി ഇതി നാരദ. നാരദന്റെ കയ്യിലൊരു വീണയുണ്ട്. ആ വീണയുടെ പേര് മഹതി എന്നാണ്. മഹതി എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരം എന്ന അർത്ഥമുണ്ട്. നമസ്കാരം. എന്താ പേര്? ദിലീപ് കുമാർ. ഈ ക്ഷേത്രത്തിന്റെ ആരായിട്ടാണ് പ്രവർത്തിക്കുന്നത്? ക്ഷേത്രത്തിന്റെ സെക്രട്ടറി. ഈ വർഷത്തെ ഉത്സവം എങ്ങനെയുണ്ടായിരുന്നു? അതിനെപ്പറ്റി ഒന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റുമോ? കുറവൂർ ശ്രീ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ കൊടിയേറ്റ മഹോത്സവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യകാലം മുതലുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഓരോ വർഷവും ആനുപാതികമായിട്ടുള്ള വർധനവ് ജനങ്ങളുടെ ഈ സന്ദർശനത്തിലുണ്ടാകുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഉള്ളതിനേക്കാൾ ആയിരക്കണക്കിന് ആളുകൾ കൂടുതലാണ് ഈ പ്രാവശ്യം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആറാട്ട് ദിവസമായി ഇന്ന് ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത ഒരു ക്യൂ ആണ് ഭക്തജനങ്ങളിൽ തൊടാൻ വേണ്ടിയുള്ള ക്യൂ. ഇതുവരെ ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്നതോറും ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് വർദ്ധിച്ചു വരിക. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം വർദ്ധിക്കുന്നു. പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ മനസ്സിലാക്കി കൂടുതൽ ആൾക്കാർ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിക്കൊണ്ടു. പിന്നെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രചരണത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതിന് ഈ പറയുന്ന നിജീസ് വേൾഡ്, നിതിൽ ചന്ദ്രബേത്ത് എന്ന് പറയുന്ന നിജീസ് വേൾഡിൻ്റെ ഈ യൂട്യൂബ് ചാനലിൻ്റെ ഓണറായ അങ്ങ് തന്നെ ഒരുപാട് നമുക്ക് സഹായം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീൽ TV-യുടെ രത്നാകരൻ, മറ്റ് മാതൃഭൂമി, മനോരമ, മറ്റ് പത്രങ്ങളൊക്കെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ പ്രചരണത്തിൽ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതും ഒരു ഘടകമാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം ഇതിൽ കൂടുതൽ ആളുകൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അതിന് പാകത്തിൽ ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത്. പിന്നെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ കൊടിയേറ്റ മഹോത്സവമായാലും ഏത് പരിപാടിയായാലും, എല്ലാ തിരുവോണ പൂജയ്ക്കുള്ള അതുപോലത്തെ പരിപാടിയായാലും വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ സാംസ്കാരിക സമിതിയുടെയും മാതൃസമിതിയുടെയും പ്രവർത്തകർ. അപ്പോൾ നമുക്ക് കാണാം, സാംസ്കാരിക സമിതിയുടെയും മാതൃസമിതിയുടെയും പ്രവർത്തകർ പട്ടണശാലയിലായാലും ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുള്ള ഈ വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിലായാലും ഒക്കെ സ്തുത്യർഹമായിട്ടുള്ള സേവനമാണ് ഇവിടെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മഴ പെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്, ഉത്സവത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ മഴ പെയ്ത സമയത്ത് നമ്മുടെ പ്രവർത്തകന്മാർ സേവനം ചെയ്ത ആ ഒരു രീതി നമ്മുടെ ഇവിടെ കണ്ടുനിന്ന ആളുകൾക്ക് പറഞ്ഞത്
ഇത് സാംസ്കാരിക സമിതിയല്ല, ക്ഷേത്രത്തിൻ്റെ ഒരു സേനയാണ് എന്നാണ് വിശേഷിപ്പിച്ചത്. അത്രമാത്രം ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ പ്രവർത്തിച്ചത്. അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ തിരുമുറ്റത്ത് ഇത്ര മനോഹരമായ ഒരു സ്റ്റേജ് 1 മണിക്കൂർ ഉണ്ടാക്കിയതാണ്. നമുക്കൊക്കെ സാംസ്കാരിക സമിതി, മാതൃസമിതി എന്ന് പറയുമ്പോൾ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമുക്ക് രോമാഞ്ചമാണ്. അവർ നമ്മുടെ ആവേശമാണ്. അവരില്ല എങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനം മാത്രമല്ല, ഉത്സവ പരിപാടികൾ ഉൾപ്പെടെ എല്ലാ പരിപാടികളും വിജയത്തിലെത്തിക്കാൻ വളരെയേറെ പ്രയാസമാണ്. എവിടെയാണ് സ്വന്തം നരകങ്ങളുള്ളത്? ഈ ഭൂമിയിൽ തന്നെയാണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണല്ലേ. നമുക്ക് നാമേ കാക്കാം പണിവത് നരകവും അതുപോലെ. നമുക്ക് തന്നെ ഉണ്ടാക്കാം, നമ്മുടെ സ്വന്തവും ഉണ്ടാക്കുന്നത് നമ്മളാണ്, നമ്മുടെ നരകം ഉണ്ടാക്കുന്നത് നമ്മളാണ്. അത് നമ്മളറിയണം. അതായത് നമ്മുടെ ചിന്തകൾ കൊണ്ടാണ്. നല്ല ചിന്തകളാണ്. ചിലർക്കുണ്ടല്ലോ എന്ത് പറഞ്ഞാലും ഒരു കുസലും വരും. ഇങ്ങനെ നല്ല മാതിരി ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് പോയിരിക്കണം. ചിലർക്ക് ലേശം വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നു. അപ്പൊ ചീത്ത ചിന്ത നമ്മളെ വല്ലാതെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ചീത്ത ചിന്തകൾ കൊണ്ട് നമ്മളെ ആക്രമിക്കാതിരിക്കാതാണ് ഒക്കെ ചിന്തിക്കണം നമ്മള്. അപ്പൊ ഈ പ്രോഗ്രസ്സുകളൊക്കെ നമുക്ക് തയ്യാറാവുന്നുണ്ട്. ആ പ്രോഗ്രസ്സുകളിൽ പ്ലസ് ഉണ്ടാവില്ല. എന്തേലും നോക്കിയാ കുഞ്ഞാ ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഊരാളൻ പ്രമാത്തൂർ പരമേശ്വരൻ എന്ന വിഭാഗം നമുക്കൊക്കെ അറിയാം. കൊട്ടിയൂർ ഉത്സവകാലത്ത് പ്രധാനപ്പെട്ട ഒരു പ്രതിഭയായ ഒരു അർച്ചന നടത്തുന്നത് പ്രമാത്തൂർ പരമേശ്വരൻ എന്ന വിഭാഗമാണ്. അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ നേരിടുന്നതിനാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ആലിംഗന പുഷ്പാഞ്ജലി അവിടെ നടക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മകൻ കരി നമ്പൂതിരിയാണ് അദ്ദേഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുള്ളത്. അവരും നമുക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുന്നവരാണ്. കുറുമാത്തൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന് ശാരീരികമായ അവശതകളുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൻ കരി നമ്പൂതിരിക്ക് ഇതുവരെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ കൊടിയേറ്റ മഹോത്സവത്തിന്റെ ഇത്രമേൽ ഭംഗിയായുള്ള വിജയത്തിന് കാരണം അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളാണ്. പ്രചാരണ പ്രവർത്തനങ്ങളിൽ ക്ഷേത്ര കമ്മിറ്റിക്ക് പുറമെ നമുക്ക് ഒട്ടേറെ സഹായങ്ങൾ ചെയ്തു തന്ന മലയാള മനോരമ ദിനപത്രം, മാതൃഭൂമി ദിനപത്രം, നിജീസ് നമ്മുടെ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ അഭ്യുദയകാംക്ഷയാണ് നിജീസ്. നമ്മുടെ നിജിൽ ചന്ദ്രപേറ്റ് എന്ന നമുക്കറിയാം യൂട്യൂബറാണ്. നമ്മുടെ ക്ഷേത്രത്തിന്റെ പ്രചാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെയേറെ പ്രയത്നിക്കുന്ന ഒരു വ്യക്തിയാണ് നിജിലിനും. അതുപോലെ തന്നെ രത്നാകരൻ സെയിൽ, നമ്മുടെ മുണ്ടേരി സ്വദേശിയായ രത്നാകരൻ നമ്മുടെ എല്ലാ ഉത്സവകാലങ്ങളിലും ക്ഷേത്രത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലും ഉത്സവവേളകളിൽ അത് പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ എത്തിക്കുന്നതിനും വളരെയേറെ പ്രയത്നിക്കുന്ന ആളാണ്. അവർക്കും ക്ഷേത്ര കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. പപ്പിയച്ചന് കിട്ടിയിരുന്നു കേട്ടാ. പപ്പിയച്ചനിൽ അങ്ങനെ കിട്ടും.
പക്ഷെ ഇപ്പൊ പുറത്തിറങ്ങില്ല, കാണുന്നേ ഇല്ല. അപ്പൊ ഉത്സവം എങ്ങനെയുണ്ടായിരുന്നു? അതെയാ, വേറെ ഉത്സവത്തിനെ പറ്റി എന്താ പറയും? പണ്ടത്തെ ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലേ? പറയാൻ പഠിച്ചിട്ട് പറയാൻ തോന്നുന്നു അല്ലേ? അതെയാ, ഓർമ്മയില്ല പണ്ടത്തെ ഒന്നും. പണ്ട് വരുന്നത് അല്ല, പണ്ടത്തെ ഓർമ്മ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും അമ്പലത്തിന്റെ. ഇല്ല അല്ലേ, എല്ലാം ഓർമ്മയില്ലാത്ത ആൾക്കാരാ, പറഞ്ഞ കാര്യമില്ല. 10 രൂപ 10 രൂപ 10 രൂപ 10. ചങ്ങായിമാരെ, നമ്മളെ കണ്ണൂർ ഫ്ലവേഴ്സിന്റെ ടീം നമ്മളെ അമ്പലത്തിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെമ്പരത്തി വന്നിട്ടുണ്ട്. അപ്പൊ അവർ നടുന്ന ഇടുത്ത നട്ടിട്ട് തന്നെ പോകാൻ ഇങ്ങനെ നിൽക്കുവായിരുന്നു അവര്. ഇല്ലേട്ടാ, എന്നാ പറയാനല്ലേ? അടിപൊളി സാധനങ്ങളല്ലേ, നല്ലൊരു ഫ്ലവർ ഉണ്ട്. കണ്ണൂർ ഫ്ലവേഴ്സ് നമുക്ക് വന്നിട്ടിടാം, അമ്പലത്തിന് സംഭാവനയായി തന്നിട്ടുണ്ട്. അവർ തന്നെ അത് നടുന്നുണ്ട്. നമുക്ക് ആ കാഴ്ച കാണുന്ന നടുന്നുണ്ട്. ഇതാണ് ചെമ്പരത്തി കേട്ടാ, അടിപൊളി ചെമ്പരത്തിയാണ്. എന്നാ കേട്ടോ, നമ്മളെ ചെമ്പരത്തി നേരെയാക്ക്, അങ്ങോട്ട് ആ ഭാഗം പൊന്തട്ട് തന്നെ വെക്കട്ടെ. ആ ആയിട്ടില്ലേ? നേരെയല്ലേ? ഇങ്ങനെ ഇട്ട് ഈ സൈഡ് വേണ്ട. കറക്റ്റ് ആവൂലേ? ആ കറക്റ്റാ നട്ടോ. മതി മതി വെള്ളം. ചങ്ങായിമാരെ, ഉത്സവം കൊടിയിറങ്ങി, നമ്മളിപ്പം വീട്ടിലെത്തി. സമയത്തിലായി 6 മണിയാ? 6 5 മണിയായിരിക്കും. 5 മണിയെല്ലാം കഴിഞ്ഞ് അതിഗംഭീരമായ ആറാട്ട് സദ്യയെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. അമ്മ എന്നാ പറയാനല്ലേ ഉത്സവത്തിന്? പിന്നെ പറയേണ്ടത് എന്റെ മോനെ തളർന്നായില്ലേ, വൃത്തിയിലാക്കി. അമ്പലത്തിന്റെ പരിസരം അപ്പാടന്നെ അടിച്ച് ക്ലീനാക്കി, നല്ല പണ്ടത്തെ അമ്പലത്തിന്റെ എല്ലാം അകവും പുറമല്ലോ ഉള്ള ഐസ്ക്രീമിന്റെ പാക്കറ്റ് അതെല്ലാം അനവധി ആളുണ്ട് വൃത്തിയാക്കാൻ. ഇഷ്ടംപോലെ മാതൃസമിതിക്കാരും ഇഷ്ടംപോലെ വലക്കാരും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് വൃത്തിയാക്കാനും ആക്കാനും പിടിക്കാനും എല്ലാം ഒരു കൂട്ടായ പരിശ്രമം, നല്ല കൂട്ടായ്മ. ഇനിയും ഇതുപോലുള്ള കൂട്ടായ്മകൾ എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വേറെ ഒന്നും പറയാനില്ല അല്ലേ? അപ്പൊ ചങ്ങായിമാരെ, നമ്മളെ ഉത്സവത്തിന്റെ ലാസ്റ്റ് വീഡിയോ ഇത്. ഇനി അടുത്ത ഒരു ചെറിയ വീഡിയോ ആയിട്ട് കാണാം. നമ്മൾ വരാം ഇനിയും. നമ്മളെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജിയും അമ്മയും.